നാലാമത് കൊണ്ടേയാളാണ് ഇയാള്. നാലാമത്തെ നാളെ കൊണ്ടേയാളാണ്. 3 നാളെ പരാജയപ്പെട്ടേ. അടിപൊളി. ഫോമ് പൂരിപ്പിക്കാണ്. ഫോമ് പൂരിപ്പിച്ചോണ്ടിരിക്കാണ്. ഡൈവിംഗ് ചെയ്യാൻ പോവാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് തിരിച്ചു വരുമെന്ന് അറിയില്ല. ജസ്റ്റ് പറയാ. ഓക്കെ, ആദ്യത്തെ ചോദ്യം തന്നെയാണ്, കോവിഡ് വന്നിട്ടുണ്ടോ? ഇല്ല. കോവിഡ് വന്നിട്ടുണ്ടെങ്കിൽ കോവിഡ് വന്നതിന് ശേഷം നിങ്ങൾക്ക് ലൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പിനോടാ. രണ്ടാമത്തെ 45 വയസ്സ് കഴിഞ്ഞിട്ടില്ലല്ലോ. മൂന്നാമത്തത്, നിങ്ങൾ നോർമലി നടക്കണ പോലെ നടക്കാൻ സമയത്ത് 1 കിലോമീറ്റർ നമ്മൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ 200 മീറ്റർ സ്വിം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുമ്പോൾ ഇതൊക്കെ അല്ലാണ്ട് നിങ്ങൾക്ക് ശ്വാസം കിട്ടാൻ എന്തെങ്കിലും ഉണ്ടോ? നാലാമത്തത്, കണ്ണിനോ കാതിനോ മൂക്കിനോ സൈനസിനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അഞ്ചാമത്തത്, 1 ഇയർ നിങ്ങൾക്ക് എന്തെങ്കിലും സർജറി ചെയ്തിട്ടുണ്ടോ? ആറാമത്തത്, ഹെഡ് ഏക്ക്, മൈഗ്രെയിൻ, സൈറസ്, സ്ട്രോക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? ഏഴാമത്തത്, ബാക്കിലൊരു കോമഡി ഉണ്ട്. ബാക്കിലുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ലയബിലിറ്റി ഫോമാണ്. ഓക്കെ, ലയബിലിറ്റി എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാലോ. അതിൻ്റെ ഫസ്റ്റ് ലൈനിൽ നിങ്ങളുടെ പേര് എഴുതാനുണ്ട്. മുകളില് അത് നിങ്ങളെന്താ ശ്രദ്ധിച്ചിട്ട് അതുപോലെയാണ് ചെയ്താൽ മതി. ഓക്കെ, അതുപോലെയാണ് ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ പറയുന്ന സമയത്ത് കണ്ടിട്ട് പോയിട്ട് ഡൗട്ട് ചോദിക്കാൻ നിന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ബുദ്ധിമുട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്. ഓക്കെ, ഇതും പിന്നെ ഇതുപോലത്തെ മാസ്ക് ഉണ്ടാവും. ഇതിന് നമ്മൾ മാസ്ക് ഈ ഒരു രീതിയിലായിരിക്കും വെക്കാം. ഓക്കെ, അപ്പോൾ മാസ്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണും മൂക്കും കവറാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇനി മൂക്കിൽ കൂടെ ബ്രീത്ത് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മളെങ്ങനെയാണ് ബ്രീത്ത് ചെയ്യാം? നമ്മൾ വായിക്കൂടെ ആയിരിക്കും ബ്രീത്ത് ചെയ്യണേ. അപ്പോൾ വായിക്കൂടെ ബ്രീത്ത് ചെയ്യാനുള്ള ഓപ്ഷനാണേത്. ഇത് വെച്ചിട്ടായിരിക്കും നമ്മളെന്താ വായിക്കൂടെ ബ്രീത്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു പച്ച കളർ കാണുന്നത് കണ്ടോ? ഈ ഒരു ഭാഗം നിങ്ങൾ കല്ലുകൊണ്ട് കടിച്ചു പിടിക്കുക. എന്നാലേ ഇത് ഊരിപ്പോരാണ്ടിരിക്കും. ഓക്കെ, എന്നിട്ട് ഈ വയറ്റിൽ കൈ അടിച്ചിരുന്ന സ്ഥലം കണ്ട ഈ ഒരു ഭാഗം, ആ ഒരു ഭാഗത്ത് ചുണ്ട് കൊണ്ട് ഷേപ്പിൽ സീൽ ചെയ്യാം. എന്നാലേ അകത്ത് വെള്ളം കയറാണ്ടിരിക്കും. മനസ്സിലായോ? ഈ ഒരു ഭാഗം പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുക. ഇതിൻ്റെ പുറത്തു കൂടെ ചുണ്ടുകൊണ്ട് ഷേപ്പിൽ സീൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനൊരു സിമ്പിൾ മെത്തേഡുണ്ട്. ആ പറയുമ്പോൾ ഇത് ഫുള്ളായിട്ട് വായിട്ട് അകത്ത് വെക്കുക. ഈ പറയുമ്പോൾ ഒരു ഭാഗം കടിച്ചു പിടിക്കുക. പറയുമ്പോൾ സീൽ ചെയ്യുക. ഓക്കെ, അകത്തോട്ട് വെള്ളം കയറില്ല. ഓക്കെ, അതിൻ്റെ അകത്ത് വെള്ളം കയറിക്കാൻ നമുക്ക് ബ്രീത്ത് പറ്റുമോ? വായിക്കൂടാണ് നമ്മൾ ബ്രീത്ത് എടുക്കുന്നതും വിടണതും. അപ്പോൾ വായിക്കൂടെ വെള്ളം കയറിക്കാൻ ബ്രീത്ത് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ വെള്ളം കയറാൻ നമ്മൾ എന്ത് ചെയ്യണേ? ഷേപ്പിൽ സീൽ ചെയ്യണേ. ഇനിയിപ്പോൾ അറിയാതെ അല്ലെങ്കിൽ ക്യാമറ കാണുമ്പോൾ ചിരിച്ച്. ഓക്കെ, ആരും ചിരിക്കരുത്. ചിരിക്കുമ്പോൾ എന്തുണ്ടാവും? അവിടെ ഗ്യാപ്പ് വരും,
ചുണ്ട് ഓപ്പൺ ആവും അല്ലേ? അല്ല ആ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് കൂടെ വെള്ളം കയറൂലേ? ഓക്കെ, അപ്പൊ എപ്പോഴും ചുണ്ട് എന്താ ഊ ഷേപ്പിൽ സീൽ ചെയ്യാം. ഇനിയിപ്പോ അറിയാതെ നമ്മുടെ ചുണ്ട് ഓപ്പൺ ആയി അതിന്റെ അകത്ത് വെള്ളം കയറി അപ്പൊ നമുക്ക് വിളിക്കാൻ പറ്റുമോ? അപ്പൊ ആ വെള്ളം കളയണം. ആ വെള്ളം കളയാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാം? നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് നമ്മൾ നോർമലി ഇപ്പോഴല്ലേ നമുക്കൊരു ഇതിലോട്ടാണ് കളയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഔട്ടർ കൂടെ ഉറപ്പം കഴിക്കാൻ വെള്ളം പോവാം. രണ്ടാമത്തത് ഇതിന്റെ ബാക്കിൽ ഒരു ബട്ടറുണ്ട്. കണ്ട ഇതൊരു ബട്ടറാണ്. ഇങ്ങനെ പറ്റിയായി നല്ല അകത്തുള്ള എല്ലാ വെള്ളവും പുറത്തോട്ട് വരും. ക്വാളിറ്റി ആയിരുന്നു. മറ്റേ ബസ്സിൽ അകത്തുള്ള എല്ലാ വെള്ളവും ചെയ്യും പുറത്തോട്ട് വരും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതിനെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പിന്നെ ഇതിപ്പോ ഓപ്പണാണ്. ഇത് വായിൽ വച്ചാൽ നമുക്ക് എയർ കിട്ടുമോ? എയർ കിട്ടണമെങ്കിൽ നമ്മൾ പിടിച്ചെടുക്കണം. ഓക്കെ, ഇത് വായിൽ വച്ചിട്ട് പറഞ്ഞാൽ നമുക്ക് എയർ കിട്ടില്ല. ഇത് വായിൽ വച്ചിട്ട് നമ്മൾ ശ്വാസം എടുക്കണം. നമ്മൾ എടുത്താലേ തരത്തുള്ളൂ. ഇതൊരു ഡിവൈൻഡ് വാൾവാണ്. അതായത് നമ്മളൊരു ഉപയോഗിച്ചാൽ എങ്ങനെയാണോ തിരിച്ചിരിക്കണേ അതുകൊണ്ട് തന്നെ വായിൽ വച്ചിട്ട് ജ്യൂസ് നമ്മൾ വലിച്ചെടുക്കുകയല്ലേ ചെയ്യണേ? അപ്പോൾ നമുക്ക് ജ്യൂസ് കിട്ടത്തുള്ളൂ അല്ലേ? വായിൽ വച്ചിട്ട് പറഞ്ഞാൽ നമുക്ക് ജ്യൂസ് കിട്ടുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് ഇവിടെ ഇങ്ങനെ വായിൽ വച്ചിട്ട് നമ്മളെല്ലാവരും നോക്കി കാണിക്കണത് ഇങ്ങനെയാണ് അല്ലേ? പക്ഷെ ഇത് നോക്കിയല്ല, ഇതാണ് ഓക്കെ. അതായത് നമ്മൾ സൂപ്പറാന്ന് പറയൂലേ, അതാണ് ഓക്കെ. ഇതൊരു പോസിറ്റീവും ആൻസറുമാണ്. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ എപ്പോഴും ഒരാളുണ്ടാവും. ആ ഒരാൾ നിങ്ങളുടെ ഫ്രണ്ടിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ആള് നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് നിങ്ങൾ ഓക്കെ ആണോ എന്ന്. അപ്പം നിങ്ങൾ ഓക്കെ ആണെങ്കിൽ തിരിച്ച് കാണിക്കണം. ഓക്കെ, അപ്പം ഇത് ഓക്കെ, ഇത് നോട്ട് ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് അപ്പം എന്താ നോട്ട് ഓക്കെ കാണിക്കാം. ഈ നോട്ട് ഓക്കെ കാണിക്കുന്ന സമയത്ത് എന്താണോ നിങ്ങളുടെ ബുദ്ധിമുട്ട്, ഇപ്പം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യണേ നോട്ട് ഓക്കെ കാണിക്കണേ അല്ലേ? ആ ബുദ്ധിമുട്ട് നിങ്ങൾ കൂടുതൽ അറിയാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? എന്താണ് ബുദ്ധിമുട്ടെന്ന് പറയാം. എങ്ങനെ പറയാം? ഇപ്പോൾ മാസ്കിൽ വെള്ളം കയറുകയാണെങ്കിൽ മാസ്ക് പോയിന്റ് ചെയ്യാം, എന്നിട്ട് നോട്ടൊക്കെ കാണിക്കാം. വയലിൽ വെള്ളം കയറുകയാണെങ്കിൽ അവിടെ പോയിന്റ് ചെയ്യാം, എന്നിട്ട് നോട്ടൊക്കെ കാണിക്കാം. ശരിയാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടെങ്കിൽ അവിടെ പോയിന്റ് ചെയ്യാം, നോട്ടൊക്കെ കാണിക്കാം. എന്താണോ നമ്മുടെ ബുദ്ധിമുട്ട് അത് പോയിന്റ് ചെയ്യാം, നോട്ടൊക്കെ കാണിക്കാം. ഓക്കെ, പോയിന്റ് ചെയ്ത് നോട്ടൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ ബുദ്ധിമുട്ടും നമുക്ക് വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടി മുകളിലോട്ട് വരേണ്ടി വരില്ല. മുകളിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ടൈമിൻ്റെ ടൈമാണ് അവിടെ എന്ത് ചെയ്യുക പോവാം. ഓക്കെ, അപ്പോൾ ഇത് ഓക്കെ, ഇത് നോട്ട് ഓക്കെ. പിന്നെ ഇത് മുകളിലോട്ട് പോകാനുള്ളത്, ഇത് താഴോട്ട് പോകാനുള്ളത്. ഒരിക്കലും ഓക്കെയാന്ന് ചോദിക്കുമ്പോൾ മാറിപ്പോയിട്ട് ഇങ്ങനെ കാണിക്കരുത്. ഓക്കെ, അപ്പം തന്നെ നമ്മൾ മുകളിലോട്ട് പോകും. ഓക്കെ, പിന്നെ ഓക്കെ, നോട്ട് ഓക്കെ, മുകളിലോട്ട് താഴോട്ട്, പിന്നെ ലാസ്റ്റ് ഇങ്ങനെ ഇത് കാണിക്കും. ഇതെന്താണെന്ന് വെച്ചാൽ ഈക്വലൈസ് എന്ന് പറയും. എല്ലാവരും ഫ്ലൈറ്റിൻ്റെ അന്നേ ഫ്ലൈറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടേക്ക് ഓഫിലും ലാൻഡിങ്ങിലും ചെവിയാടനായിട്ടൊരു ഫീൽ വന്നോ? ആ ഒരു സെയിം ഫീൽ നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ പോകുമ്പോൾ നമുക്ക് ഉണ്ടാവും. നമ്മുടെ 2 ചെവി അകത്തോട്ട് അടയണ പോലെ ഉണ്ടാവും. അപ്പോൾ ആ അടയുന്ന ചെവി വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ഡ്രൈവ് എടുക്കാൻ പാടില്ല. ആ ചെവി ഓപ്പൺ ആക്കണം. അത് ഓപ്പൺ ആക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഇങ്ങനെ മൂക്ക് ഫുള്ളായിട്ട് കൈകൊണ്ട് ക്ലോസ് പിടിക്കുക. ഓക്കെ, എന്നിട്ട് മൂക്ക് കൂടെ അതിൻ്റെ ശ്വാസം പുറത്തോട്ട് വിടാൻ ശ്രമിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ 2 ചെവിയും ഓപ്പൺ ആവും. അത് ചെയ്ത് നോക്കിയാലും ഒന്ന് പഠിക്കാൻ പറ്റുമോ? ആവുന്നുണ്ടോ? ആണില്ലേ? എല്ലാവർക്കും ആയില്ലേ? ആവാത്തവരുണ്ടോ? വലിച്ചിട്ട് മാത്രം ആയവരുണ്ടോ? എന്തെങ്കിലും ഡൗട്ടുണ്ടോ? മണ്ണിൽ മാത്രം ഫോറസ്റ്റ് ഉണ്ടാവും. അതാണ് പറയുന്നത്. ഡ്രൈവിങ്ങിനുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടെ ഒരാൾ ടെൻഷൻ ചെയ്യുന്നില്ലേ? ടെൻഷനാണ്. ടെൻഷൻ അവിടെ അടുത്ത ആള് ഇവിടെ ഡ്രൈവിന് പങ്കെടുക്കുന്ന 2 ആൾക്കാരാണ്. കപ്പലിലൊക്കെ പണിയെടുത്ത ആളാണ്. ഡിറ്റിയിലൊക്കെ എന്നിട്ട് പേടിയാണ്.
ഭാഗമാണ്. മേലെ നോക്ക്. ഓക്കെ. മൈൻഡ് ചെയ്യരുത്. സീൽ ചെയ്തോളൂ. കൈകൂടി കൈവിട്. കൈവിട്. കറക്റ്റാ. ബ്രീത്ത് ഓക്കെയാ. എല്ലാവർക്കും പേടിയില്ല. ഞാൻ പോയിരുന്നു. ഞാൻ 3 വട്ടം പരാജയപ്പെട്ടാണ്. കാരണം 4ാമത് ഞാൻ പോയി തൊഴിൽ വല്ലത്തില്ല ഇങ്ങനെ അടിക്കണോ വള്ളത്തിന്ന്? എന്താണ് എങ്ങനെയുണ്ട്? നമ്മൾ 100% നമ്മൾ ചെയ്യേണ്ട 8 സാധനങ്ങളും എന്താണ് ഇത് തളർന്നിരിക്കുകയാണ്. അത് വന്നിട്ട് അത് ചെയ്യാതെ പോകണമെങ്കിൽ വമ്പം നടത്തണം. അടിപൊളിയാണ്. പോകാം. 4ാമത് കൊണ്ടേ ആളാണ് ഇയാള്. 4ാമത്തെ നാളെ കൊണ്ടേ ആളാണ്. 3 നാളെ പരാജയപ്പെട്ടേ. അടിപൊളി. നിങ്ങൾ ഓക്കെ അല്ലേ? ഇറങ്ങല്ല. നോക്കോ. കേട്ടോ. കടിച്ചു പിടിക്കരുത്. തല മുറി സ്ക്രാച്ച് വന്നു. മുറി ഉണ്ടല്ലേ. കുറവല്ലേ?